ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാൽ, ഞാനിവിടെ മീഡിയം ടൈപ്പ് 2 കിഴങ്ങ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. തീരെ ചെറുതായി പോകരുത്, ഒരു ഇടത്തരം വലുപ്പത്തിൽ ഇതുപോലെ ഇത്തരത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായി വരുന്ന എണ്ണയിലേക്ക് 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 സ്പൂൺ പെരിഞ്ജീരകം, ഒരു തണ്ട് കറിവേപ്പില, ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 4 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി 1 മിനിറ്റ് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏതാണ്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഉള്ളി ഒന്ന് സോഫ്റ്റായി വരും. അപ്പോൾ മുൻപ് കട്ട് ചെയ്ത് വെച്ചിരുന്ന കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. കിഴങ്ങ് ഒരു പാതി വേവാവുന്നവരെ വഴറ്റണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് എരിവ് കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം പെരിഞ്ജീരകം ചേർത്തത് കൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല, അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടും. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത ശേഷം ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മൊത്തത്തിലൊന്ന് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 8 മിനിറ്റ് ആയപ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സംഗതി കഴിഞ്ഞു. നമ്മുടെ കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ചേരുവകളൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.